إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 141-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അല്ലദീന യതറബ്ബസൂന ബിക്കും, അല്ലദീന യാതൊരു കൂട്ടരാണ് കപടന്മാർ, യതറബ്ബസൂന നിങ്ങളെ കാത്തിരിക്കുകയാണ്, ബിക്കും നിങ്ങളെ, ഫഇൻ കാന ലക്കും നിങ്ങളാകുകയാണെങ്കിൽ ഫത്ഹുൻ വല്ല വിജയവും മിനല്ലാഹി, അല്ലാഹുവിങ്കൽ നിന്നും നിങ്ങൾക്ക് വല്ല വിജയം ലഭിക്കുന്നതായാൽ ഖാലു, അപ്പോൾ ആ മുനാഫിക്കുകൾ പറയും, അലം നകുൻ മഅക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയായിരുന്നില്ലേ, അതുകൊണ്ട് അതിൽ നിന്നും വല്ല നിഅമത്തും ഞങ്ങൾക്ക് നൽകണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വഇൻ കാന ലിൽ കാഫിരീന നസീബുൻ, ഇനി അവിശ്വാസികളായാൽ നസീബും വല്ല ഓഹരിയും അവർക്ക് ലഭിക്കുന്നതായാൽ ഖാലു, അപ്പോൾ ആ മുനാഫിക്കുകൾ പറയും, ആരോട്? അവിശ്വാസികളോട് പറയും, അലം നസ്തഹ്വിദ് അലൈക്കും, ഞങ്ങൾ നിങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്തില്ലയോ, വനംനഉകും മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ തൊട്ട് മുഅ്മിനീങ്ങളിൽ നിന്നും നിങ്ങളെ തടഞ്ഞില്ലയോ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ ഞങ്ങൾ തടഞ്ഞില്ലയോ എന്ന വിശ്വാസികളോട് പറയും. അത് നിങ്ങൾക്ക് മേൽ ഞങ്ങളുടെ ആധിപത്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് കൊണ്ടുവല്ലതും ഞങ്ങൾക്ക് നൽകണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. രണ്ട് ഭാഗത്തേക്കും ചേർന്ന് നിൽക്കുന്നൊരു ഭാഗമാണ് മുനാഫിക്കുകൾ. നോക്കൂ നിങ്ങൾ, ആരുടെ പക്ഷത്താണ് വിജയം, ആർക്കാണ് കൂടുതൽ വിഭവങ്ങൾ ലഭിക്കുന്നത്, അവരുടെ കൂട്ടത്തിലേക്ക് ചഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹു ആകട്ടെ യഹ്കുമു ബൈനക്കും യൗമൽ ഖിയാമ, നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കും, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. വലൻ യജ്അലല്ലാഹു, അല്ലാഹു ആകുകയില്ല, ലിൽകാഫിരീന, അവിശ്വാസികൾക്ക്, അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ മേൽ സബീലൻ, ഒരു മാർഗ്ഗം. മുഅ്മിനീങ്ങളെ അതിജയിച്ചടക്കാൻ അവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവസരം നൽകില്ല. ഒന്നോടുകൂടി അങ്ങനെ മൂടോടുകൂടി മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞർത്ഥം. ഇന്നും ഒരിക്കലും അതിന് സാധിച്ചിട്ടില്ല. ചില അക്രമങ്ങളും അതിക്രമങ്ങളും മുസ്ലിമീങ്ങൾക്ക് നേരെ അഴിച്ചുവിടാൻ കഴിയുമെന്നല്ലാതെ ഒന്നടങ്കം മുഅ്മിനീങ്ങളെ തുടച്ചു നിൽക്കാൻ അവർക്ക് കഴിയില്ല, അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ആഘാതങ്ങളിൽ പെയ്ക്കാൻ കഴിയില്ല. അത് അല്ലാഹുവിന്റെ സംരക്ഷണമാകുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യം മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.